വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൂകാംബിക ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിത് 21ാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂകാംബിക പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ 4 മണിക്കാണ് വീട്ടിൽ നിന്ന് മൂകാംബികയിലോട്ടുള്ള യാത്ര ആരംഭിച്ചത്. പിന്നെ ഒരു 5 മണിയായപ്പോൾ ഉടുപ്പിയിലെത്തി. ട്രാഫിക്കും പിന്നെ വഴിയിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് 8 മണിയായപ്പോഴാണ് ഞങ്ങൾ മൂകാംബികയിലെത്തിയത്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ റൂമിൽ പോയി ഫ്രഷപ്പ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടെമ്പിളിൽ വന്നു തൊഴാൻ ഇപ്പം ക്യൂ നിൽക്കുവാണ്. പിന്നെ ഞങ്ങളുടെ ഇത്തവണത്തെ മൂകാംബിക ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മഹാനവമി, വിജയദശമി ദിവസങ്ങളിലാണ് മൂകാംബികയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അമ്പലം ഫുൾ അലങ്കരിച്ചേക്കുവാണ്. ഇനിയും കുറെ അലങ്കരിക്കാറുണ്ട്. ഇവിടെ പൂക്കളെല്ലാം ഇങ്ങനെ വരിവരിയായിക്ക് വെച്ചേക്കുവാണ്. ഇതെല്ലാം ഇനി ഇവിടെ അലങ്കരിക്കണം. ഇവിടെ വരുമ്പോ തന്നെ നല്ലൊരു നവരാത്രി ഫെസ്റ്റിവൽ മൂഡാണ്. ഈ ക്ഷേത്രം മുഴുവൻ ലൈറ്റ് ഇട്ട് അലങ്കരിച്ചേക്കുവാണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സമയത്ത് ഈ മൂകാംബികയിൽ വരുന്നത്. തിരക്കാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ അത്രയ്ക്കും തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രിയിൽ നന്നായിട്ട് തൊഴുതു. റൂമിൽ പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്ന് മഹാനവമിയാണ്. നമ്മൾ രാവിലെ തന്നെ സൗവർണികയെ കുളിക്കാൻ വന്നിരിക്കുവാണ് കേട്ടോ. സൗവർണികയെ കുളിക്കാൻ വന്നിരിക്കുവാണ്. നല്ല നിറച്ച് വെള്ളമാണ് കേട്ടോ. അപ്പൊ രാവിലെ ആയതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. നല്ല ഐസ് കോൾഡ് വാട്ടർ ആണ്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ്. അപ്പൊ നിറച്ചും വെള്ളമാണ് കേട്ടോ. നമ്മൾ സാധാരണ നവംബറിലൊക്കെയാണ് വരാറ്. അതുകൊണ്ട് ഇത്രയും വെള്ളമൊന്നും കാണാറില്ല. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നിറച്ചും വെള്ളമാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ തന്നെ സൗവർണികയിലെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ്. ഇപ്പൊ മഹാനവമി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്നിവിടെ രഥോത്സവം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇന്നിവിടെ ക്ഷേത്രം മുഴുവൻ ഇങ്ങനെ പൂക്കളും കൊണ്ട് അലങ്കരിച്ചേക്കുവാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പൊ നമ്മളും തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുവാണേ. ഈ ക്യൂ പെട്ടെന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറെ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ അമ്പലത്തിനകത്ത് കയറി. ഇവിടെ നന്നായിട്ട് അലങ്കരിച്ചേക്കുവാണ്. നല്ല ഭംഗിയാണ് ഇവിടെ മൊത്തം കാണാനായിട്ട്. ഇത് സരസ്വതി മണ്ഡപമാണ്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ദേവിയുടെ രഥം കണ്ടോ, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ ഞങ്ങൾ അകത്ത് കയറി
സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടായിരുന്നു. സ്വീറ്റും പിന്നെ പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ വീണ്ടും സ്പെഷ്യൽ കറിയും പായസവും ഒക്കെ തരും. പിന്നെ നമ്മൾ വൈകുന്നേരം വീണ്ടും തൊഴാൻ വേണ്ടി വന്നേക്കുവാണ് ഇപ്പൊ. ഇപ്പൊ ഇവിടെ ശീവേലി നടക്കുവാണ് ദേവിയുടെ. അപ്പൊ അത്താഴപൂജ കഴിഞ്ഞ് ഞങ്ങളിവിടെ കഷായം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുവാണ്. വൈകുന്നേരം നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. ഇപ്പൊ നമ്മള് കഷായമൊക്കെ വാങ്ങിച്ച് ഇപ്പൊ നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചയ്ക്കും രാത്രിയിലും എപ്പോഴും അന്നദാനം ഇവിടെ കിട്ടും. ഇവിടെ ഒരുപാട് ഡൈനിങ് ഹാൾസും ഉണ്ട്, അതുകൊണ്ട് ഒട്ടും തിരക്കുമില്ല. ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഇലയിലാണ് കേട്ടോ അന്നദാനം കഴിക്കുന്നത്. ചോറും സ്പെഷ്യൽ കറിയും സ്വീറ്റും പായസവും ഒക്കെ ഉണ്ട്. നമ്മൾ മഹാനവമി ആയിട്ടുള്ള ഇന്നത്തെ ദിവസം നന്നായിട്ട് തൊഴുതു അന്നദാനവും കഴിച്ചു. ഇനി നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവാണ്. ഇത് കണ്ടോ, രാത്രിയിൽ എന്ത് രസമായി ലൈറ്റ് ഒക്കെ ഇട്ടപ്പോ അമ്പലം കാണാനായിട്ട്. അപ്പൊ ഇന്നിപ്പോ വിജയദശമിയാണ് കേട്ടോ. ഇന്ന് വിദ്യാരംഭമാണ്. ഇന്നിപ്പോ നമ്മള് രാവിലെ 4 മണിക്ക് വന്ന് ക്യൂ നിന്നിട്ട് തൊഴുതു. പിന്നെ ഞങ്ങള് സരസ്വതി മണ്ഡപത്തിൽ കയറി ഹരിശ്രീ ഒക്കെ എഴുതി. ഇവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികൾ വിദ്യാരംഭത്തിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേകതയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങൾ തൊഴുതു, ഇനി തിരിച്ചു പോവാണ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ മൂകാംബികയുടെ കുട്ടി വ്ലോഗ്. അപ്പൊ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇത് പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും